الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം അത് സമാധാനത്തിൻ്റെ മതമാണ്. ആ ഇസ്ലാമിനെ അവതരിപ്പിച്ചവൻ അല്ലാഹു അസ്സലാം, സമാധാനം നൽകുന്നവനാണ്. ആ മതത്തെ ലോക ജനതക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകനും സമാധാനത്തിൻ്റെ ദൂതനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിക്കുമ്പോൾ നമ്മുടെ നാവുകൾ ആ പ്രവാചകനോടൊപ്പം ചേർത്തി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ പേർ, പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ നാവ് ഉച്ചരിക്കാറുണ്ട്. പേര് പറയപ്പെടുമ്പോൾ സമാധാനത്തെ ചേർത്തു പറയപ്പെട്ട ലോകത്തെ ഏക വ്യക്തി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ ക്ഷണിച്ച മാർഗം, ആ പ്രവാചകൻ ഏതൊരു വഴിയിലേക്കാണോ നിങ്ങളെ ക്ഷണിച്ചത്, ആ മാർഗത്തിന്റെ പ്രത്യേകതയും സമാധാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അല്ലാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയവരെ അല്ലാഹു വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ട് സമാധാനത്തിന്റെ വഴികളിലേക്ക് നിങ്ങളെ നടത്തുന്നുവെന്ന്. നോക്കൂ സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അത് സമാധാനം കൊണ്ടു നിറഞ്ഞതാണ്. അല്ലാഹുവിന്റെ അടിമകളോട്, പ്രവാചകന്റെ സ്വഹാബത്തിനോട്, മറ്റു മനുഷ്യരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചു പുലർത്തിയിരുന്നത് നല്ല വിചാരങ്ങളാണ്. തൻ്റെ അടിമകളോടും തൻ്റെ സഹജീവികളോടും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ചുറ്റുമുള്ള സകല സൃഷ്ടികളോടും പ്രവാചകൻ അങ്ങേയറ്റം നന്മ ആഗ്രഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള ജീവനുള്ള ജീവനില്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ റഹ്മത്താണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനോടും ഹൃദയത്തിൽ പക വെച്ച് പുലർത്തിയിട്ടില്ല, ഹൃദയത്തിൽ വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടില്ല. ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബികളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വ അന സലീമുൽ ഖൽബ്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു വരാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധമായ ഹൃദയവുമായിട്ടാണ്, കുറ്റമറ്റ ഹൃദയവുമായിട്ടാണ്, കളങ്കമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, പ്രവാചകൻ എത്രത്തോളം ഹൃദയവിശുദ്ധിയുള്ള ആളായിരുന്നുവെന്ന് പ്രവാചകന്റെ ഈ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവർത്തികൾ, പ്രവാചകന്റെ സ്വഭാവങ്ങൾ എല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ചരിത്രത്തിൽ യുദ്ധത്തിന് വരുന്ന ശത്രുക്കളോട് പോലും പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത്, പ്രവാചകരെ വഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹാ. യുദ്ധത്തിന് ശത്രുപക്ഷത്ത് നിന്ന് താങ്കളോട് യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നവർ സമാധാനത്തിന് തുനിഞ്ഞാൽ ഫജ്നഹ് ലഹാ, താങ്കളും സമാധാനത്തിന് തുനിയണം. വതവക്കൽ അലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. നോക്കൂ, യുദ്ധത്തിൽ ശത്രു സമാധാനത്തിന് തുനിഞ്ഞാൽ, നീ എന്നെ കൊല്ലാൻ വന്നവനല്ലേ, നീ ഇസ്ലാമിന്റെ ശത്രുവല്ലേ, ഇല്ല, നിനക്കിനി മാപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വധിക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഹുദൈബിയ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ സന്ധിക്ക് പ്രവാചകൻ സാക്ഷ്യം വഹിച്ചത്. സ്വഹാബികൾക്ക് പലർക്കും അതിനോട് അനിഷ്ടമുണ്ടായിരുന്നു. കാരണം അതിൽ എഴുതി ചേർത്ത പല കരാറുകളും
പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരാണ്. പക്ഷേ പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു. കാരണം യുദ്ധം അവസാനിക്കണം, യുദ്ധമില്ലാത്ത നാടാകണം അറേബ്യ എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. ആ ഹുദൈബിയ സന്ധിയാണ് പിന്നീട് ഒരു തുള്ളി രക്തം പോലും മക്കയുടെ മണ്ണിൽ വീഴാതെ പ്രവാചകന്റെ കൈകളിലേക്ക് മക്കയുടെ അധികാരം വന്നെത്തി. എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ പ്രവാചകനെ ആക്രമിച്ച ശത്രുക്കൾ വന്നു. പ്രവാചകൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളെ ഞാൻ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്കറിയാം പ്രവാചകൻ മാന്യനാണ്, മാന്യന്റെ മകനാണ്. അവർ പറഞ്ഞു, പ്രവാചകരെ ഖൈറാണ്, അഖുൻ കരീം, താങ്കൾ മാന്യനായ സഹോദരനാണ്. ഇബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരന്റെ മകനാണ് പ്രവാചകരെ. പ്രവാചകൻ അവർക്ക് മാപ്പ് കൊടുത്തു വിട്ടയച്ചു. നോക്കൂ, പ്രവാചകൻ സമാധാനം ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ സംസ്കാരമാണ് സലാം പറയുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും അറിവുള്ള ആളുകളെ, പരിചയമുള്ള ആളുകളിലേക്ക് മാത്രം ഒതുക്കി നിർത്തിയ ഒന്ന്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നാട്ടുകാരോട് മാത്രം പറയുന്ന ഒന്ന്, അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് കാണുന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന ഒന്ന്. പ്രവാചകൻ അതിനെപ്പറ്റി പറഞ്ഞത് നിനക്ക് അറിയുന്ന ആളുകളോടും നീ അറിയാത്ത അപരിചിതരോടും നീ സലാം പറയണം. എത്രത്തോളം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കുടുംബക്കാർക്ക് സലാം പറയണം. ഇദാ ദഖൽത അലാ അഹ്ലിക് ഫസല്ലിം, നീ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ വീട്ടുകാർക്ക് സലാം പറയണം. യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ബറക്കത്തുണ്ടാകും. നോക്കൂ സഹോദരങ്ങളെ, പലരും പരാതി പറയാറുണ്ട്, വീട്ടിൽ ബർക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല, വീട്ടിൽ അന്തരീക്ഷം മോശമാണെന്ന്. എന്നാൽ നമ്മൾ വീട്ടുകാർക്ക് എത്ര പേർക്ക് സലാം പറയാറുണ്ട്? മനസ്സറിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് കുടുംബത്തോട് പറയുമ്പോൾ കുടുംബത്തിൽ സലാം ഉണ്ടാകട്ടെ എന്ന് നെയ്യത്തിൽ എത്ര പേര് പറയും? വറഹ്മത്തുള്ള എന്ന് ചേർത്തി പറയുമ്പോൾ എന്റെ കുടുംബത്തിന് കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് എത്ര പേര് പറയുന്നുണ്ട്? വബറകാതുഹു, എന്റെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് എത്ര പേര് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്? ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കണം, കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ സലാമിനെ ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നാണ് അസ്സലാം. പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്നസ്സലാമ ഇസ്മും മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നാണ് അസ്സലാം. വലഅഹു അല്ലാഹു ഫിൽ അർദ്, അള്ളാഹു അത് ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ഫഅഫ്ശുസ്സലാമ ബൈനക്കും, ഭൂമിയിൽ വെച്ച സലാമിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് സലാമിന്റെ മറ്റൊരു വശം, സമാധാനത്തിന്റെ മറ്റൊരു വശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവൻ ആരാകണം? അവൻ സമാധാനമുള്ളവനാകണം. അവനെ മുഅ്മിൻ എന്ന് വിളിക്കണമെങ്കിൽ, അവനെ മുസ്ലിം എന്ന് വിളിക്കണമെങ്കിൽ അവന്റെ കൈകളിൽ നിന്ന്, അവന്റെ നാവുകളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിതരാകണം. അൽ മുഅ്മിനു മൻ അമിനൻ നാസ്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുഅ്മിൻ, അവന്റെ അടുക്കൽ നിന്ന് ജനങ്ങൾക്ക് നിർഭയത്വം ലഭിക്കണം. ഒരു മുസ്ലിം, അവന്റെ കൈകളിൽ നിന്ന്, അവന്റെ നാവുകളിൽ നിന്ന് മനുഷ്യർക്ക് നിർഭയത്വം ഉണ്ടാകണം. എങ്കിൽ അവൻ സമാധാനം നൽകുന്ന മുഅ്മിനാണ്, സമാധാനം നൽകുന്ന മുസ്ലിമാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളാകാൻ നമുക്ക് കഴിയണം. ആ സമാധാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ആദ്യം പറയുന്ന വാക്കാണത്, അല്ലാഹുവേ, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് സമാധാനം. അത് അടിയുറച്ച മനസ്സോടുകൂടി നമ്മുടെ ഹൃദയം തൊട്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം. കേവലം യാന്ത്രികമായി നമസ്കാരത്തിന്റെ സലാം അങ്ങ് വിട്ടുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് വായിലേക്ക് വരും, പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വരും. അതിനപ്പുറം ഹൃദയം കൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, നമസ്കാരത്തിന് ശേഷം നമുക്ക് സമാധാനം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല സിൽമും സമാധാനവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാളെ പരലോകത്ത് നമ്മുടെ സന്താനങ്ങളും നമ്മുടെ സമ്പത്തും നമുക്ക് ഉപകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ
കുറ്റമറ്റ ഹൃദയവുമായി കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ നമ്മെ അത് ഉത്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്തൊരു ദിവസം. അത് ഉപകരിക്കുന്നത് ആർക്കാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവർക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ പകയോ ഇല്ലാതെ നല്ല തെളിഞ്ഞ ശുദ്ധമായ മനസ്സിന്റെ ഉടമയായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആളുകൾക്കിടയിൽ മനസ്സറിഞ്ഞ് സലാം പറയണം. പ്രവാചകൻ പറഞ്ഞു, അഫ്സുസ് സലാമ കൈ തഅലു. നിങ്ങൾക്ക് ഉന്നതനാകാൻ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ദറജകൾ വർദ്ധിക്കാൻ, നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ, നമ്മൾ ഉയരങ്ങളിലെത്താൻ നമ്മൾ സലാമിനെ വ്യാപിപ്പിക്കണം. അത് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് മനസ്സറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അവന് അത് ആരോടാണോ പറയുന്നത് അവനോട് അവന്റെ മനസ്സിൽ യാതൊരു വെറുപ്പും വിദ്വേഷവും ഇല്ല എന്നാണ്. നമുക്കറിയാം, പരസ്പരം രണ്ടാളുകൾ തെറ്റിയാൽ അവരെ ഇണക്കുന്നത് ഏത് വാചകം കൊണ്ടാണ്? പരസ്പരം സലാം പറഞ്ഞ് കൈകൊടുത്ത് കെട്ടിപ്പിടിച്ചാണ് നമ്മൾ പറഞ്ഞേക്കുക. അവിടെ സലാം കൊണ്ട് തുടങ്ങുന്നു, സലാം കൊണ്ട് അവസാനിക്കുന്നു. എങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഖൽബുൻ സലീമായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم وفق رئيس الدولة وحكام الإمارات اللهم وفق رئيس الدولة وحكام الإمارات اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.